ശരി. സ്റ്റീഫൻ ജോർജ്, കേരള കോൺഗ്രസിൽ നിന്ന് സ്റ്റീഫൻ ജോർജ് നമുക്കൊപ്പം ചേരുന്നത്. സ്റ്റീഫൻ ജോർജ്, താങ്കൾ അടക്കമാണ് ഇന്നലെ മുഖ്യമന്ത്രിയെ കണ്ടത്. എന്തായാലും നിങ്ങളുടെ നീക്കത്തിന് ഫലമുണ്ടാകുന്നു എന്നതാണ് ഇന്ന് തിരുവനന്തപുരത്ത് നിന്ന് പുറത്തു വരുന്ന വാർത്തകൾ. സർക്കാർ മെല്ലെപ്പോക്കാണ്. എന്തായാലും നിങ്ങളുടെ ആശങ്കയൊക്കെ പരിഹരിച്ച് മാത്രമേ മുന്നോട്ട് പോകൂ എന്നതാണ്. അതിനപ്പുറം വനം വകുപ്പ് എന്തെങ്കിലും നീക്കം നടത്തിയാൽ വീണ്ടും നിങ്ങൾ പരസ്യ നീക്കത്തിന് തയ്യാറാകുമോ? അല്ല, ഇത് പരസ്യ നീക്കം എന്നുള്ളതല്ലോ. ഇങ്ങനെ ഒരു പ്രപ്പോസൽ വന്നപ്പോഴേ ഞങ്ങൾ കൃഷിക്കാരുടെയും അതുപോലെ തന്നെ മലയോര മേഖലയിലെ സാധാരണ ജനങ്ങളുടെയും ഒരു വികാരം മനസ്സിലാക്കി ബഹുമാനായ ജോസ് കെ മാണിയുടെ നേതൃത്വത്തിൽ ഞങ്ങൾ പാർലമെന്ററി പാർട്ടി അംഗങ്ങളെല്ലാം ഇന്നലെ ബഹുമാനായ മുഖ്യമന്ത്രിയെ കണ്ട് ഈ കാര്യങ്ങൾ നിവേദനമായി നൽകുകയും വിശദമായ ചർച്ച നടത്തുകയും ചെയ്തു. വളരെ സമയമെടുത്ത് ചർച്ച ചെയ്തു. മുഖ്യമന്ത്രി അതെല്ലാം ക്ഷമയോടുകൂടി കേട്ടു. അവസാനം മനസ്സിലായി. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, നമുക്ക് ആവശ്യമായ മാറ്റങ്ങൾ വരുത്താം, അങ്ങനെ ബുദ്ധിമുട്ടുണ്ടാകാത്ത വിധത്തിൽ കാര്യങ്ങൾ ചെയ്യാമെന്ന് ഞങ്ങൾക്ക് ഉറപ്പ് നൽകി. അതെല്ലാം ഞങ്ങൾ ഇന്നലെ ജോസ് കെ മാണി പത്രസമ്മേളനത്തിൽ പറയുകയുണ്ടായി. അപ്പൊ ഇങ്ങനെയാണല്ലോ അതായത് പ്രപ്പോസൽസ് കാലാനുസൃതമായി നിയമങ്ങൾ മാറും. പക്ഷെ അപ്പൊ അതിനകത്ത് ദോഷകരമായ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാറുക, അത് മാറ്റിയെടുക്കുക എന്നുള്ളതാണല്ലോ വേണ്ടത്. അക്കാര്യത്തിൽ കേരള കോൺഗ്രസിന്റെ ഇന്നലത്തെ ചർച്ച ഒരു വിജയമായിരുന്നു. തീർച്ചയായിട്ടും ഞങ്ങൾക്കൊപ്പം നിൽക്കാൻ കഴിയുന്നു എന്നുള്ളത് വലിയ മാറ്റം. അതിനകത്ത് ഞങ്ങളെല്ലാം വിശദമായിട്ട് ചർച്ച ചെയ്തതാണ്. ചില ബുദ്ധിമുട്ടുകൾ ഇവിടെ ചർച്ചയിൽ പങ്കെടുത്തത് പറഞ്ഞ പോലെ ഉണ്ടായിട്ടുണ്ട് പുതിയ പ്രപ്പോസൽ. ആ ബുദ്ധിമുട്ടുകളൊക്കെ മാറ്റി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുള്ളത്. ഈ സ്റ്റീഫൻ ജോർജ്, എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു മുഖ്യമന്ത്രിയെ കാണേണ്ട സാഹചര്യം ഉണ്ടാവുന്നത്? കാരണം ഇതൊരു മുന്നണി ഒരു പുതിയ ബില്ല് അവതരിപ്പിക്കുമ്പോൾ അത് ഒരു രാഷ്ട്രീയ തീരുമാനം അതിനു മുമ്പ് ഉണ്ടാവണം. അതൊരു മുന്നണിയിൽ വേണ്ടത്ര ചർച്ചകൾ ഉണ്ടാവാതെ പോയത് എന്താണ്? വനംവകുപ്പിന്റെ പറ്റിയൊരു പാളിച്ചയാണോ ഇതില്? അല്ല, അത് ഇതിന്റെ കാര്യം പറയാം. ഉദ്യോഗസ്ഥന്മാർ, വനം വകുപ്പിനെ സംബന്ധിച്ച് ഉദ്യോഗസ്ഥന്മാർ അവരുടെ പ്രൊട്ടക്ഷനും അവരുടെ സംരക്ഷണവും വനത്തിന്റെ സംരക്ഷണവും ഒക്കെയാണ് മുഖ്യമായി പ്രാധാന്യം കൊടുക്കുന്നത്. അതായത് നമുക്കുള്ള ബുദ്ധിമുട്ടെന്താ? സിവിലായിട്ടുള്ള ആളുകൾക്ക് സിവിലിനുള്ള ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഈ വന്യമൃഗങ്ങൾ വനത്തിൽ നിന്ന് പുറത്തോട്ട് വരാൻ പാടുണ്ടോ? അപ്പൊ അത് പുറത്തോട്ട് വരുമ്പം ആരാണ് ഉത്തരവാദി? വനപാലകരും ഉദ്യോഗസ്ഥരും അല്ലേ? പുറത്തോട്ട് വന്നാൽ അത് വെറുതെ ഇരിക്കും, ആളെ കൊലപ്പെടുത്തുന്നു, കൃഷികൾ നശിപ്പിക്കുന്നു, അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളല്ലേ ഉള്ളത്. അപ്പൊ അതുകൊണ്ട് ഈ കാര്യങ്ങളെല്ലാം ഈ നിയമം വരുമ്പോൾ അതിന് പല ഘട്ടങ്ങളില്ലേ. ഇപ്പം മന്ത്രിസഭ ഈ വിഷയം പരിഗണിച്ചു. ഒരു നിയമം വരുന്നു, നിയമ ഭേദഗതി വരുന്നു എന്നല്ലാതെ അത് ക്ലോസ് ബൈ ക്ലോസ് ഡിസ്കഷൻ നടത്താൻ മന്ത്രിസഭയെ പറ്റുമോ? അതിനൊരു പ്രൊസീജിയറുണ്ട്. അത് നിയമസഭയിൽ വരുമ്പോൾ മാത്രമാണ് ഓരോ ക്ലോസും എടുത്ത് ചർച്ച ചെയ്യുക. എല്ലാ നിയമത്തിലും അങ്ങനെയാണ്. അപ്പൊ അതിനു മുമ്പ് കരട് വിജ്ഞാപനം പുറപ്പെടുവിച്ചുകൊണ്ട് നമുക്കത് വായിച്ചു പഠിച്ചപ്പോൾ മനസ്സിലായി അതിന്റെ ബുദ്ധിമുട്ടുകൾ. അപ്പൊ അതിന് മുമ്പ് തന്നെ നിയമസഭയിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ അതിനകത്ത് വേണ്ട മാറ്റങ്ങൾ വരുത്താൻ വേണ്ടിയുള്ള ശ്രമം നടത്തുന്നത്. അതുകൊണ്ട് ഇപ്പൊ ആരും കുഴപ്പമൊന്നുമില്ലത്. ശരിയായ രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. പ്രപ്പോസൽസ് വരും, അത് ഉദ്യോഗസ്ഥന്മാരുടെ നിയമവകുപ്പ് അല്ലല്ലേ പ്രപ്പോസൽസ് കൊടുക്കുന്നത്. പക്ഷെ അത് പാസ്സാക്കാനുള്ള അധികാരം ഗവൺമെന്റ് അല്ലേ, അല്ലെങ്കിൽ നിയമസഭയ്ക്കല്ലേ. അപ്പൊ അതുകൊണ്ട് അതിനകത്ത് ആവശ്യമായ മാറ്റങ്ങൾ വരും. സ്റ്റീഫൻ, ഒരു കാര്യം കൂടിയുള്ളത്, ഇത് വരാനിരിക്കുന്ന മാസങ്ങൾക്കപ്പുറം തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. പ്രതിപക്ഷത്തിന് മുന്നിൽ പല വിഷയങ്ങളുണ്ട്, മുന്നണിക്കെതിരെയും സർക്കാരിനെതിരെയൊക്കെ പ്രയോഗിക്കാൻ. അതൊക്കെ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും. ആ വിഷയത്തിലേക്ക് ഒരു പുതിയ വിഷയം കൂടി വരികയാണ്, ഈ നിയമ ഭേദഗതി എന്നത്. അത് സ്വാഭാവികമായും ഈ തദ്ദേശ മേഖലകളിലൊക്കെ വലിയ രീതിയിൽ പ്രതിഫലിക്കുന്നതുമാണ്. കേരള കോൺഗ്രസ് ചൂണ്ടിക്കാട്ടേണ്ടി വന്നു അതിൽ നിന്ന് പിന്തിരിയാൻ സർക്കാരിന്. അല്ല, വിഷയങ്ങൾ ഉണ്ടാകുക സ്വാഭാവികമാണല്ലോ. അപ്പൊ അതിനകത്ത് പരിഹരിച്ച് പോവാന്നുള്ളതല്ലേ ഒരു ഗവൺമെന്റിന്റെ മേന്മയും ഗവൺമെന്റിന്റെ നേട്ടവും. അതാണല്ലോ. തെരഞ്ഞെടുപ്പ് ഞങ്ങൾ ആ കാര്യങ്ങളെ ജനങ്ങളെ ബോധ്യപ്പെടുത്തും. ഇതാ ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്, അങ്ങനെ കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട്. തെരഞ്ഞെടുപ്പ് പ്രതിപക്ഷത്തിന് എപ്പോഴും ആയുധങ്ങൾ ഒന്നുമില്ല അവർ ഉണ്ടാക്കും. അത് അവരുടെ ജനാധിപത്യത്തിൽ പ്രതിപക്ഷത്തിന്റെ ജോലി പ്രതിപക്ഷം നിർവഹിക്കുന്നു. അപ്പൊ നിർവഹിക്കുമ്പോൾ നമ്മളെ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ മുന്നോട്ട് പോകുക എന്നുള്ളതാണല്ലോ ഭരണകക്ഷിയുടെ ഉത്തരവാദിത്വം. അപ്പൊ അങ്ങനെ ചർച്ചകൾ നടക്കും, അതിന് പരിഹാരം ഉണ്ടാകും, മുന്നോട്ട് പോകും. അതൊക്കെ സ്വാഭാവികമായ പ്രക്രിയ മാത്രം, ജനാധിപത്യത്തിന്റെ സ്വാഭാവിക പ്രക്രിയയല്ലേ ഇതെല്ലാം. പക്ഷെ ഒരു ജാഗ്രത കുറവ് ഉണ്ടായോ ഇതിന്റെ അകത്ത്? കാരണം പ്രതിപക്ഷത്തിന് മുമ്പ് തന്നെ നിങ്ങൾക്ക് ശക്തമായ വിഷയം നിങ്ങൾ ഉന്നയിച്ചു. അത് നിങ്ങൾ കാട്ടിയ ഒരു ജാഗ്രതയാവാം. നിങ്ങൾ കാട്ടിയ ഈ ജാഗ്രത പൊതുവിൽ മുന്നണി നേതൃത്വത്തിന് ഉണ്ടാവാതെ പോയി, അല്ലെങ്കിൽ വനം വകുപ്പിനോ അതിന് നയിക്കുന്നവർക്കോ ഉണ്ടായില്ല. ഒപ്പം തന്നെ സർക്കാരിൽ മുഖ്യമന്ത്രിക്കും ഒരു ജാഗ്രത കുറവ് ഉണ്ടായിപ്പോയെന്ന് തോന്നില്ലേ? അതിനകത്തൊരു ജാഗ്രത കുറവെന്ന് പറയാൻ ഒക്കെയല്ല. കാരണം മുഖ്യമന്ത്രി അല്ലല്ലോ ഇത് ആദ്യം കാണുന്നത്. ഇതിന്റെ ഡിപ്പാർട്ട്മെന്റ് ഇത് ഒറിജിൻ ഉണ്ടല്ലോ, എവിടെ നിന്നാണ് ഒറിജിനേറ്റ് ചെയ്യേണ്ടത് ആ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് അവരുടെ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചിട്ട് അത് നിയമവകുപ്പ് കൈകാര്യം ചെയ്ത് പ്രപ്പോസൽ വരികയാണ്. അപ്പൊ ആ പ്രപ്പോസൽ വരുന്ന സമയത്ത് അതിന്റെ ഭവിഷ്യത്തുകളെ കുറിച്ച് ഒരുപക്ഷെ ഇത് കൈകാര്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥർ അറിയണമെന്നില്ല. അപ്പൊ വന്നു കഴിയുമ്പോഴാണ് അത് ഇടതുപക്ഷ മുന്നണിയും മുഖ്യമന്ത്രിയും
മറ്റ് നേതാക്കളും ഒക്കെ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുകയും ഒക്കെ ചെയ്യാറുള്ളത്. അതുകൊണ്ട് അതിനകത്തൊരു ജാഗ്രത കുറവായിട്ടൊന്നും നമ്മൾ കാണേണ്ടതില്ലെന്നാണ് എൻ്റെ അഭിപ്രായം. ഒരു കാര്യം കൂടി, ഇന്നലെ ഇത് സംബന്ധിച്ച് വനം മന്ത്രിയുടെ പ്രതികരണം, അദ്ദേഹം അല്പം പക്വതക്കുറവ് കാട്ടിയോ? കാരണം നിങ്ങളൊക്കെ അനാവശ്യ വിവാദം ഉണ്ടാക്കിയാണ്, കാര്യങ്ങൾ പഠിക്കുന്നില്ല, പ്രത്യേകിച്ച് മതമേലധ്യക്ഷന്മാരടക്കം ഈ വിഷയത്തിൽ അനാവശ്യ വിവാദത്തിന് ശ്രമിക്കുന്നു എന്നതാണ് വനം മന്ത്രി പറഞ്ഞത്. വനം മന്ത്രിക്ക് കാര്യത്തിൽ ഒരു ജാഗ്രത കുറവ് ഉണ്ടായിട്ടില്ലേ അപ്പോൾ? അതിപ്പോ ഞാൻ അങ്ങനെയൊന്നും പറയുന്നില്ല. അതായത് പഠിച്ചിട്ടില്ലെന്ന് അദ്ദേഹത്തിന്റെ മറുപടി അർത്ഥമില്ലാത്തതാണ്. കാരണം ഇത് പഠിക്കാന്ന് പറഞ്ഞാൽ ഇത് പഠിക്കാനായിട്ട് സ്കൂളിൽ പോകേണ്ട കാര്യമില്ല. എന്താണ് ഇത് പ്രപ്പോസൽ ഉണ്ട്, ആ പ്രപ്പോസൽ എടുത്ത് വായിച്ചു നോക്കിയാൽ മാത്രം മതി. അത് ഞങ്ങൾ പഠിക്കുകയും വായിക്കുകയും ചെയ്തുകൊണ്ടല്ലേ ഈ നിർദ്ദേശങ്ങൾ, ഈ തിരുത്തലൊക്കെ ഞങ്ങൾ അക്കമിട്ടാണ് കൊടുത്തത്. 1, 2, 3 എന്ന് പറഞ്ഞിട്ട് ഇന്ന വകുപ്പില്. അപ്പൊ 2AB 27 67 ഉണ്ടുള്ള ഓരോ സെക്ഷനിലുമുള്ള അതിനുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ച് 1, 2, 3 എന്നും പറഞ്ഞ് ഞങ്ങൾ അക്കമിട്ടില്ലേ മുഖ്യമന്ത്രിക്ക് നിവേദനം കൊടുത്തിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് പഠിച്ചിട്ടില്ലെന്നുള്ളതിനൊന്നും വലിയ കാര്യമില്ല. പഠിച്ചിട്ട് തന്നെയാണ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. സ്റ്റീഫൻ ജോർജ്, ഒരു കാര്യം കൂടി, ഈ നിങ്ങൾ വനവിഷയങ്ങളിൽ പ്രത്യേകിച്ച് ഇപ്പോൾ ഈ വന നിയമ ഭേദഗതി മാത്രമല്ല, മനുഷ്യനും വന്യമൃഗങ്ങളും തമ്മിലുള്ള ആക്രമണങ്ങൾ ശക്തമായ സമയത്ത്, അത്തരം പ്രശ്നങ്ങൾ ഉണ്ടായ സമയത്തും ശക്തമായ നിലപാട് പൊതുവിൽ കേരള കോൺഗ്രസ് എടുത്തിട്ടുണ്ട്. മുന്നണിയുടെ പൊതു നിലപാടിന് പരസ്യമായി നിങ്ങൾ പരസ്യമാക്കിയിട്ടുമുണ്ട്. അപ്പോൾ ഈ വിഷയങ്ങളൊക്കെ നിങ്ങൾ ഉന്നയിക്കുന്നത് പൊതുവിൽ മറ്റു ചില രാഷ്ട്രീയ താല്പര്യങ്ങൾ കൂടിയുണ്ട്. ഇടതുമുന്നണിയിൽ നിന്നും മാറി മറ്റൊരു രാഷ്ട്രീയം സ്വീകരിക്കുന്നതിൻ്റെ ആദ്യ പടിയാണ്, അതിൻ്റെ സെറ്റിടലാണ് എന്ന ചില അഭ്യൂഹങ്ങൾ രാഷ്ട്രീയ കേന്ദ്രങ്ങളിലുണ്ട്. അതൊക്കെ ക്ലോസ് ചെയ്ത ചാപ്റ്റർ അല്ലേ? അതൊക്കെ നിങ്ങൾ, അത് വെറും പൊളിറ്റിക്സ് അല്ലേ നിങ്ങളത് പറയുന്നത്? ഞങ്ങൾക്കൊരു നിലപാടുള്ളൂ. ഞങ്ങളുടെ നിലപാടുള്ള പാർട്ടിയല്ലേ. ജോസ് കെ മാണി നേതൃത്വം കൊടുക്കുന്ന കേരള കോൺഗ്രസ് എം എന്ന് പറഞ്ഞാൽ അതിന്റെ പ്രത്യേകത പറയാം. അതിപ്പം എത്ര പറഞ്ഞാലും നിങ്ങളിങ്ങനെ തിരിച്ചും പറഞ്ഞുകൊണ്ടിരിക്കുക, വാർത്തയുടെ അടിസ്ഥാനത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കും. അത് നിൽക്കട്ടെ, അതിന്റെ പ്രത്യേകത പറയാം. ദൈവം സഹായിച്ച് ഇന്ന് വരെ ഒരു അഭിപ്രായ വ്യത്യാസമില്ലാത്ത ഒരു പാർട്ടിയാണ് കേരളത്തിലെ. എല്ലാം നല്ല യോജിച്ചാണ് പോകുന്നത്. ഒന്നത്. രണ്ടാമത്, ഞങ്ങൾ എന്തിനാ എന്നൊന്നും മുന്നണി മാറുന്നത്? ഒരു വാർത്ത വന്നപ്പോഴേ അത് ഞങ്ങൾ നിഷേധിക്കുകയുണ്ടായി. പാർട്ടി ചെയർമാൻ തന്നെ ഡൽഹി വെച്ച് നിഷേധിച്ചു. അപ്പൊ ഒരു വാർത്തകൾ സ്വാഭാവികമാണ്. ഒരർത്ഥമില്ലാത്ത വാർത്ത ചിലപ്പോൾ ഉയർന്നു വരും. പക്ഷെ അതെങ്ങനെ ഈൽഡ് ചെയ്യുന്നു എന്നുള്ളതല്ലേ. അത് ഞങ്ങൾ വളരെ ഞങ്ങളുടെ സംഭാഷണത്തിലും അഭിപ്രായത്തിലും ക്ലാരിറ്റി ഉണ്ടല്ലോ. ഒരു ക്ലാരിറ്റി കുറവില്ലല്ലോ. ഞങ്ങൾ കൃത്യമായി പറയുകയല്ലേ, ഇപ്പം ഞങ്ങൾ അങ്ങനെ ആലോചിച്ചിട്ടില്ല, ഞങ്ങൾക്കൊരു ചിന്തയില്ല, ഞങ്ങളുടെ അജണ്ടയിലില്ല. പിന്നെ ഞങ്ങളെ കൊണ്ട് ഇങ്ങനെ ഇത് ഉണ്ടെന്ന് നിങ്ങളെ വാർത്ത വരുത്തിയിട്ട് വല്ല കാര്യമുണ്ടോ? അതൊന്നും. കേരള കോൺഗ്രസ് ഇപ്പോൾ മുന്നണി വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കില്ലേ. ഞാൻ നിങ്ങളൊരു കാര്യം പറയാം. നിങ്ങൾ ആരെന്ത് പറഞ്ഞാലും, ഏത് വാർത്ത എങ്ങനെ പറഞ്ഞാലും, ഇത്തരം ചോദ്യം ചോദിച്ചാലും വാർത്ത കൊടുത്താലും, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേതാക്കൾക്ക് ഒരു ദശാംശത്തിന്റെ സംശയം പോലും ഇക്കാര്യത്തിൽ ഇല്ലെന്നുള്ളത് ഞാൻ വ്യക്തമാക്കാൻ ആഗ്രഹിക്കുക. അങ്ങനെ ഒരു ചർച്ച ഞങ്ങളുടെ പാർട്ടിയിലില്ല. പിന്നെ ഇങ്ങനെ പൊളിറ്റിക്സ് അല്ലേ, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. എന്തെങ്കിലും പറയുമ്പം അതിനോടനുബന്ധിച്ച് വാർത്തകൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും എന്നുള്ളതല്ലാതെ അതൊന്നും നമുക്ക് ബുദ്ധിമുട്ടില്ല. പക്ഷെ ഫാക്ട് ഇതാണ്. അല്ലാതെ ഞങ്ങളൊരു ഇഷ്യൂ റേസ് ചെയ്താൽ അങ്ങനെയാണ് ഞങ്ങൾ എന്തെല്ലാം ഇഷ്യൂ റേസ് ചെയ്തു. ഇപ്പൊ ബഫർ സോണിന്റെ വിഷയം ഏറ്റവും ആദ്യം റേസ് ചെയ്ത് കേരള കോൺഗ്രസ് എം എൽ എ ജോസ് കെ മാണി മുഖ്യമന്ത്രിയെ കണ്ടുകൊടുത്തു. അദ്ദേഹം ഇടപെട്ടു. കേരളത്തിലെ ജനങ്ങൾ അറിഞ്ഞില്ലല്ലോ, വലിയ പ്രശ്നം ഉണ്ടാകുമായിരുന്നു. അങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ പൊതുവായ കാര്യം ഞങ്ങൾ ഇടപെടുന്നു. ഈ മുന്നണി വന്നപ്പോൾ ഇടപെടുന്നില്ലേ? അതിനെല്ലാം പരിഹാരം ഉണ്ടാക്കുന്നുണ്ടല്ലോ. അതിന് മാന്യമായ പരിഹാരം ഇടതുപക്ഷ മുന്നണി ഉണ്ടാക്കുന്നുണ്ട്. മുഖ്യമന്ത്രി ആ കാര്യങ്ങളിലൊക്കെ ഗൗരവമായി കേൾക്കുകയും ശ്രമിക്കുകയും ആവശ്യമായ തിരുത്തലുകൾ വരുത്തുകയും തയ്യാറാകുന്ന ഒരുപാട് എക്സാമ്പിൾ ഉണ്ട് നമുക്ക്. അതുകൊണ്ട് അപ്പോൾ ആ കാര്യങ്ങളൊന്നും ഒരു അർത്ഥമില്ല. അതൊക്കെ ചുമ്മാ ഒരു ആശങ്ക മാത്രമാണ്. എന്തെങ്കിലും ഇഷ്യൂ റേസ് ചെയ്താൽ, ഇപ്പൊ CPI എന്തെല്ലാം ഇഷ്യൂ റേസ് ചെയ്യുന്നു, ഉടനെ മുന്നണിയിൽ പോകാനാണ്. അതെന്താ അങ്ങനെ പറയാത്ത? ഞങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യമായി നിൽക്കുന്നവരെല്ലാം വളരെ സ്ട്രോങ് ആയിട്ട് ഉറച്ചു നിൽക്കുന്ന കക്ഷികളാണ്. അപ്പോൾ ഒരു പൊതുവായ ഇഷ്യൂസ്, ഇത് ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ ഇടപെടാനാണല്ലോ പാർട്ടികൾ. അങ്ങനെ ആ പാർട്ടി ഇടപെട്ട് കഴിയുമ്പോൾ ഉടനെ അതിന്റെ വ്യാഖ്യാനം ഇതാ മുന്നണി വിടാൻ പോകുന്നത്, അതാണോ അതിന്റെ വ്യാഖ്യാനം? അത് വിടുവോ വിടിയല്ലോ എന്നുള്ള വ്യക്തമായിട്ട് പറയേണ്ടത് കേരള കോൺഗ്രസ് ചെയർമാനാണ്. ചെയർമാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി അതിനകത്ത് തർക്കത്തിനോ ചോദ്യത്തിനോ പ്രസക്തിയില്ല. അതാണ് എന്റെ കാര്യം. അതാണ് കേരള കോൺഗ്രസിന്റെ നിലപാട്. എന്തായാലും വന നിയമ ഭേദഗതി വിഷയത്തിൽ സർക്കാർ അല്പം പുനഃപരിശോധനയിലേക്ക് പോവുകയാണ്. കേരള കോൺഗ്രസ് അടക്കം ഉയർത്തുന്ന സമ്മർദ്ദങ്ങൾ കണക്കിലെടുത്തുകൊണ്ടാണ് ഇക്കാര്യത്തിൽ തീരുമാനം. ഇന്നലെ മുഖ്യമന്ത്രി കേരള കോൺഗ്രസിന് ഇക്കാര്യത്തിൽ ഉറപ്പ് നൽകിയിരുന്നു എന്ന കാര്യം സ്റ്റീഫൻ ജോർജ് കൂടി സ്ഥിരീകരിക്കുന്നു.